എല്ലാവർക്കും നമസ്കാരം. ജാംസ് അക്കാദമിയുടെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ അത് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, അതുപോലെ അതിന്റെ ഫങ്ഷൻസ് എന്തെന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങൾ നേടിയെടുത്ത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന സമാന ചിന്താഗതിക്കാരായ ആളുകളുടെ സംഘത്തെയാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. ജനങ്ങളുടെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായി പ്രത്യേക പോളിസീസും പ്രോഗ്രാംസ് എല്ലാം ഇവർക്കുണ്ടായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രധാനമായും 3 ഘടകങ്ങളാണ് ഉണ്ടായിരിക്കുക. ആദ്യത്തേത് ലീഡേഴ്സ്, അതായത് നേതാക്കൾ. രണ്ടാമത്തേത് ആക്റ്റീവായി മെമ്പേഴ്സ്, അതായത് ഒരു പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ. മൂന്നാമത്തേത് ഫോളോവേഴ്സ്, അതായത് ആ പാർട്ടിയിൽ വിശ്വസിച്ച് അതുമായി മുന്നോട്ട് പോകുന്ന അനുഭാവികൾ. അപ്പോൾ ഇത്രയാണ് ഒരു പാർട്ടിയുടെ കമ്പോണൻസ്. ഇനി ഏതൊക്കെ തരത്തിലാണ് ഓരോ രാജ്യത്തെയും പാർട്ടി സിസ്റ്റം എന്ന് നോക്കാം. മെയിനായിട്ട് 3 തരത്തിലാണ് പാർട്ടി സിസ്റ്റം ഉള്ളത്. ആദ്യത്തേത് സിംഗിൾ പാർട്ടി സിസ്റ്റം അഥവാ ഏകകക്ഷി സമ്പ്രദായം. സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൽ ഒരൊറ്റ പാർട്ടിക്കാണ് ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള അവകാശമുള്ളൂ. അത് അവിടെ തന്നെ നിലനിൽക്കുന്ന ഭരണഘടനയെ ഫോളോ ചെയ്തിട്ടായിരിക്കും അവർ ഗവൺമെന്റ് ഫോം ചെയ്യുക. ഇത് തന്നെ മറ്റൊരു പേരാണ് വൺ പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ ഡോമിനന്റ് പാർട്ടി സിസ്റ്റം. സിംഗിൾ പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന പ്രധാനമായും 8 രാജ്യങ്ങളാണ്. അതിൽ ഏറ്റവും ഓർത്തു വെക്കേണ്ട പേരാണ് ചൈന. ചൈനയിലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന മറ്റ് രാജ്യങ്ങളാണ് വിയറ്റ്നാം, ക്യൂബ ആൻഡ് ലാവോസ്. അതുപോലെ സിംഗിൾ പാർട്ടി സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളാണ് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, എറിട്രിയ, വെസ്റ്റേൺ സഹാറ, ബർമ ആൻഡ് ബർമുഡ. അപ്പോൾ ഇത്രയും പേരുകൾ ഓർത്ത് വെക്കണം. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് 2 പാർട്ടി സിസ്റ്റം അഥവാ ദ്വികക്ഷി സമ്പ്രദായം. ഇവിടെ 2 മേജർ പാർട്ടികൾക്കാണ് ആധിപത്യമുള്ളത്. ചില രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 2 പാർട്ടികൾ തമ്മിലായിരിക്കും അധികാരം കൈമാറി പോകുന്നത്. അതായത് ഇലക്ഷനിൽ ആര് ജയിക്കുന്നത് ഈ 2 പാർട്ടികൾക്കായിരിക്കും അവിടെ ചാൻസ്. ചിലപ്പം കൂടുതൽ പാർട്ടികൾ ഉണ്ടായിരിക്കാം, ചിലപ്പം ഈ 2 പാർട്ടികൾ മാത്രമേ ആ രാജ്യത്ത് കാണുള്ളൂ. എന്തായാലും ഇതുപോലെയുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ് 2 പാർട്ടി സിസ്റ്റം. 2 പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ദ ബഹാമാസ്, ജമൈക്ക, മാൾട്ട, സിംബാബ്വെ, ബ്രിട്ടൻ, USA ആൻഡ് ലാറ്റിൻ അമേരിക്ക. ബ്രിട്ടനിലെ 2 മേജർ പാർട്ടീസാണ് കൺസർവേറ്റീവ് ആൻഡ് ലേബർ പാർട്ടി. USA മേജർ പാർട്ടീസാണ് ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. അടുത്തത് ഇന്ത്യയിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന പാർട്ടി സിസ്റ്റമാണ് മൾട്ടി പാർട്ടി സിസ്റ്റം അഥവാ ബഹുകക്ഷി സമ്പ്രദായം. ഇവിടെ 2ൽ കൂടുതൽ പാർട്ടികൾക്ക് നാഷണൽ ഇലക്ഷനിൽ പങ്കെടുക്കാം. അതുപോലെ പല രാജ്യങ്ങളിലും ഇതുപോലൊരു കോലീഷൻ ഗവൺമെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് പല പാർട്ടികളും ഒരുമിച്ച് വർക്ക് ചെയ്ത് നിയമങ്ങൾ നിർമ്മിക്കും. പല പാർട്ടികൾ ചേർന്ന് ഒന്നിച്ചു നിന്ന് ഒരു ഇലക്ഷനിൽ മത്സരിച്ച് അധികാരം നേടിയെടുമിക്കുന്ന ആ ഒരു ഇതിനെയാണ് പറയുന്നത് അലയൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്. ഫോർ എക്സാമ്പിൾ ദ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, ദ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആൻഡ് ദ ലെഫ്റ്റ് ഫ്രണ്ട്. അതുപോലെ തന്നെ മൾട്ടി പാർട്ടി സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പല ആളുകളുടെ താല്പര്യം അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ മൾട്ടി പാർട്ടി സിസ്റ്റത്തിലാണ്. മൾട്ടി പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യ, ജപ്പാൻ, അർജന്റീന, ബെൽജിയം, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി, ന്യൂസിലാൻഡ്. ഇതുപോലെ പല രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടി പാർട്ടി സിസ്റ്റമാണ്. അടുത്തതായിട്ട് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പാർട്ടീസ് എന്താണെന്നും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർട്ടീസ് ഏതൊക്കെയാണെന്നും പഠിക്കാം. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിനെല്ലാം അംഗീകാരം നൽകുന്ന കമ്മീഷന് പറയുന്ന പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇവരാണ് ഒരു പാർട്ടി നാഷണൽ പാർട്ടി ആണെന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി ആണെന്നൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആദ്യം നാഷണൽ പാർട്ടി എന്താണെന്ന് പഠിക്കാം. നാഷണൽ പാർട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് പല സംസ്ഥാനങ്ങളിലും അവരുടെ യൂണിറ്റുകൾ കാണും. അതുപോലെ തന്നെ കുറച്ചൊരു കടമ്പകൾ കടന്നാലേ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള റെക്കഗ്നീഷൻ ഒരു പാർട്ടിക്ക് കിട്ടൂ. അതായത് ഒന്നുകിൽ ലോക്സഭ ഇലക്ഷനിൽ അറ്റ്ലീസ്റ്റ് 6% വോട്ട് നേടിയെടുക്കണം, അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിലെ അസംബ്ലി ഇലക്ഷൻ ജയിക്കണം, അതുമല്ലെങ്കിൽ ലോക്സഭയിൽ 4 സീറ്റ് നേടിയെടുക്കണം. എന്നിരുന്നാൽ മാത്രമേ
ഒരു പാർട്ടിയെ നാഷണൽ പാർട്ടിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യൂ. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ കോൺഗ്രസ് പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത്. 1885 ഇത് ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ ലോകത്ത് തന്നെ ഏറ്റവും ആദ്യം ഫോം ചെയ്തിട്ടുള്ള പാർട്ടികൾ ഒന്നാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയെ മോഡേൺ, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എല്ലാം ആക്കിയെടുക്കാൻ ശ്രമിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് പാർട്ടി ഫോം ചെയ്തതിന് 40 വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത്. ഇവർ വിശ്വസിക്കുന്ന പ്രധാന തത്വങ്ങൾ മാർക്സിസം, ലെനിനിസം, അതുപോലെ സെക്യുലറിസം കൂടാതെ ഡെമോക്രസിയാണ്. പക്ഷേ 1964 ഈ പാർട്ടിയിൽ നടന്ന വിഭജനത്തിന് ശേഷം ഈ CPI എന്ന പാർട്ടിയുടെ ആധിപത്യം ഇന്ത്യയിൽ കുറഞ്ഞു വന്നു. CPI എന്ന പാർട്ടി 1964 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായ പാർട്ടിയാണ് CPIM അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇവരും മാർക്സിസം, ലെനിനിസം ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ സോഷ്യലിസം, സെക്യുലറിസം അഥവാ മതേതരത്വം, അതുപോലെ ജനാധിപത്യം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ഇമ്പീരിയലിസം അതായത് സാമ്രാജ്യത്വം, അതുപോലെ കമ്മ്യൂണലിസം അഥവാ വർഗീയത ഇതിനൊക്കെ എതിർക്കും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPIM. ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള സ്ഥലങ്ങളാണ് വെസ്റ്റ് ബംഗാൾ, കേരള ആൻഡ് ത്രിപുര. ഭാരതീയ ജനസംഘ് എന്ന പാർട്ടി നവീകരിച്ചുകൊണ്ട് 1980 വന്ന പാർട്ടിയാണ് BJP അഥവാ ഭാരതീയ ജനതാ പാർട്ടി. ഇവർ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഹിന്ദുത്വ. BJP 1980 വന്നതിന് 4 വർഷങ്ങൾക്ക് ശേഷം ഫോം ചെയ്ത പാർട്ടിയാണ് BSP അഥവാ ബഹുജൻ സമാജ് പാർട്ടി. കാൻഷി റാം എന്ന വ്യക്തിയുടെ ലീഡർഷിപ്പിലാണ് ഈ പാർട്ടി ഫോം ചെയ്തത്. ഇത് ഫോം ചെയ്തത് ഒപ്രസ്ഡ് ആയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർക്ക് കൂടെ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാർട്ടി ഫോം ചെയ്തത്. അതായത് ദളിറ്റ്സ്, ആദിവാസി, OBC അതുപോലെ ന്യൂനപക്ഷങ്ങൾ, റിലീജിയസ് മൈനോറിറ്റീസ് അവർക്കെല്ലാം അധികാരത്തിലെത്താനും അവർക്ക് റെപ്രസെന്റേഷൻ കിട്ടാനുമായിട്ടാണ് ഈ പാർട്ടി ഫോം ചെയ്തത്. 1999 കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സ്പ്ലിറ്റ് ആയിട്ട് ഫോം ചെയ്ത പാർട്ടിയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അഥവാ NCP. ഇവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഡെമോക്രസി, ഗാന്ധിയൻ സെക്യുലറിസം, ഇക്വിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഫെഡറലിസം. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് പാർട്ടീസ് എന്താണെന്ന്. ഒരുപാട് സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ സ്റ്റേറ്റ് പാർട്ടികളെ പറയുന്നത് റീജിയണൽ പാർട്ടികളും കൂടിയാണ്. അതായത് ഒരു റീജിയണൽ ലെവലിലുള്ള പാർട്ടികളായിരിക്കും സ്റ്റേറ്റ് പാർട്ടീസ്, ഓരോ സ്റ്റേറ്റിനകത്ത് വരുന്ന. പക്ഷെ ചില പാർട്ടികൾക്ക് നാഷണൽ ലെവലിലും അവർക്ക് ഓർഗനൈസേഷനും, അതായത് പല സ്റ്റേറ്റിലും അവരുടെ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് സമാജ്വാദി പാർട്ടി, സമതാ പാർട്ടി ആൻഡ് രാഷ്ട്രീയ ജനതാദൾ. ഇവർക്കൊക്കെ പല സ്റ്റേറ്റുകളുടെ അവരുടെ യൂണിറ്റ്സ് ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസിന് പല ഫങ്ഷൻസ് ഉണ്ട്, അതായത് ധർമ്മങ്ങൾ. അതെന്തൊക്കെയെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പാർട്ടീസ് കോണ്ടസ്റ്റ് എലക്ഷൻസ്, അതായത് എലക്ഷനുകളിൽ മത്സരിക്കുക. അതാണ് ഒരു പാർട്ടിയുടെ ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ധർമ്മം. രണ്ടാമത്തെ കാര്യം, പാർട്ടീസ് പുട്ട് ഫോർവേഡ് ഡിഫറെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അതായത് ഓരോ ഇലക്ഷൻ സമയത്തും ഇപ്പോൾ ഓരോ വ്യക്തികളുടെയും ജനങ്ങളുടെയൊക്കെ അഭിപ്രായം മാനിച്ചിട്ട് പല പോളിസീസും പ്രോഗ്രാംസും ഒക്കെ കൊണ്ടുവരുന്നത് പാർട്ടീസാണ്. അവരത് ഇലക്ഷനിൽ ജയിച്ച ശേഷം നടപ്പിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് പല പ്രോഗ്രാംസും പോളിസീസും എല്ലാം കൊണ്ടുവരും. മൂന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത്, പാർട്ടീസ് പ്ലേ എ ഡിസിസീവ് റോൾ ഇൻ മേക്കിംഗ് ലോസ് ഫോർ എ കൺട്രി. അതായത് ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കുന്നത് ലെജിസ്ലേച്ചറിലാണെങ്കിലും അവിടെയുള്ള കൂടുതൽ ആളുകളും ഓരോ പാർട്ടികളിലും ഉള്ളവരാണ്. അപ്പോൾ അവരാണ് അത് ഈ എല്ലാ ഒപ്പീനിയൻസും എല്ലാം നോക്കിക്കൊണ്ടും എങ്ങനെയായാലും അവർക്കൊരു ഈ റൂൾ മേക്കിങ്ങിൽ അവർക്കൊരു പ്രാധാന്യമുണ്ട്. ഒരു പാർട്ടിയുടെ അഭിപ്രായമായിരിക്കും ചിലപ്പോൾ അവിടെയുള്ള ഒരു മെമ്പർ പറയുന്നത്. അടുത്തത്, പാർട്ടീസ് ഫോം ആൻഡ് റൺ ഗവൺമെന്റ്സ്. അതായത് ഓരോ പാർട്ടികളിൽ നിന്നാണ് അവർ ലീഡേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അവരിൽ നിന്നും മന്ത്രിമാരുണ്ടായി അവരാണ് നമ്മുടെ ഗവൺമെന്റിനെയൊക്കെ കൊണ്ടുപോകുന്നത്, ഈ ഭരണമെല്ലാം നടത്തിക്കൊണ്ട്.
അതുപോലെ തന്നെ ജയിച്ച പാർട്ടികൾക്ക് മാത്രമല്ല ഇവിടെ റോൾ ഉള്ളത്. ഒപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം അത് കൊണ്ടുപോകുന്നത് തോറ്റ പാർട്ടികളാണ്. അതായത് പാർട്ടികളെ ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവരെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഈ ഒപ്പോസിഷൻ പാർട്ടീസ് ആണ്. അപ്പൊ ഈ ഒപ്പോസിഷൻ പാർട്ടീസ് സ്ട്രോങ് ആയാൽ മാത്രമേ ഭരണം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അടുത്തതാണ് പാർട്ടീസ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ. അതായത് പല ആളുകളും പല കാര്യങ്ങളും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പലത് പറഞ്ഞാലും ഒരു പാർട്ടിയാണ് അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഒപ്പീനിയൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പാർട്ടീസ് പ്രൊവൈഡ് പീപ്പിൾ ആക്സസ് ടു ഗവൺമെന്റ് മെഷീനറി ആൻഡ് വെൽഫെയർ സ്കീംസ് ഇംപ്ലിമെന്റഡ് ബൈ ഗവൺമെന്റ്സ്. അതായത് ഗവൺമെന്റ് കൊണ്ടുവരുന്ന പല സ്കീമുകളും പല കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഓഫീസറെ അപ്രോച്ച് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും ഒരു പാർട്ടി ലീഡർ അല്ലെങ്കിൽ ഒരു ലോക്കൽ പാർട്ടി ലീഡർ വഴിയാണ് അവർ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ പാർട്ടികളാണ് അവർക്ക് ഈ സ്കീമുകളും ഒക്കെ എത്താൻ ഒരു അവസരം നൽകുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന ഭാഗത്തു നിന്ന് സാധാരണയായിട്ട് 1 or 2 ചോദ്യമാണ് കേട്ടറ്റിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് ചോദിക്കാറുള്ളത്. അപ്പൊ മുൻ വർഷങ്ങളിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഫോം ചെയ്തത് അല്ലെങ്കിൽ രൂപീകരിച്ചത്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, ദ പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പാർട്ടി സിസ്റ്റം ഏതാണ്? മൾട്ടി പാർട്ടി സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കക്ഷി സമ്പ്രദായം. ഇതേ ചോദ്യം മറ്റൊരു വർഷത്തിലും ചോദിച്ചിട്ടുണ്ട്. ദ പാർട്ടി സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. ഓപ്ഷൻസിൽ ഓർഡർ മാത്രം മാറിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ പാർട്ടി സിസ്റ്റം മൾട്ടി പാർട്ടി സിസ്റ്റം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ദ പാർട്ടി സിസ്റ്റം വിച്ച് പ്രിവൈൽസ് ഇൻ ചൈന. അതായത് ചൈനയിൽ നിലവിലിരിക്കുന്ന കക്ഷി സമ്പ്രദായം ഏതാണ്? ചൈനയിൽ ഒരൊറ്റ പാർട്ടിയുള്ളൂ. അതായത് ഏകകക്ഷി സമ്പ്രദായമാണ് ചൈനയിൽ ഫോളോ ചെയ്യുന്നത്, അഥവാ 1 പാർട്ടി സിസ്റ്റം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ചൈനയിലെ പാർട്ടി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു വർഷത്തിലും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയല്ല ചോദിച്ചത്. ദ കൺട്രി വേർ 1 പാർട്ടി സിസ്റ്റം പ്രിവൈൽസ്. എന്നിട്ട് ഓപ്ഷൻസ് കൊടുത്തതിൽ ചൈന ഉണ്ടായിരുന്നു. ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ചൈനയിലാണ് 1 പാർട്ടി സിസ്റ്റം ഉള്ളത്. ഇതിലെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ പാർട്ടി സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് മോർ സ്കോപ്പ് ഫോർ റെപ്രസെന്റേഷൻ ടു ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്, വ്യൂസ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് സൊസൈറ്റി. അതായത് ഒരു സമൂഹത്തിലെ വിവിധ താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും പ്രതിഫലിപ്പിക്കാൻ കൂടുതൽ അവസരം നൽകുന്ന കക്ഷി സമ്പ്രദായം ഏതാണ്? അപ്പൊ കൂടുതൽ പലതരം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് മൾട്ടി പാർട്ടി സിസ്റ്റം അഥവാ ബഹുകക്ഷി സമ്പ്രദായത്തിലാണ്. അടുത്ത ചോദ്യം, ഹൂ ഗീവ്സ് റെക്കഗ്നീഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലെ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത്. അടുത്ത ചോദ്യം, ദ പാർട്ടി സിസ്റ്റം വിച്ച് പ്രിവൈൽസ് ഇൻ USA. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ പാർട്ടി സിസ്റ്റം ഏതാണ്? നമുക്കറിയാം പാർട്ടി സിസ്റ്റം ഇവിടെ 2 പാർട്ടി സിസ്റ്റം ആണ്. പക്ഷെ ഇവിടെ കേട്ടിട്ടിന് ആൻസർ കീയിൽ 83 ക്വസ്റ്റ്യനിൽ, അതായത് 2019 ജൂണിലെ സെറ്റ് ഡി ആണ് ഇത്. അതിൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഉത്തരം 1 പാർട്ടി ഡോമിനന്റ് സിസ്റ്റം ആണ്. അതിന് കാരണം ഇതായിരിക്കാം. കാരണം ഇവിടെ ഈ 2 പാർട്ടി ഉണ്ടെങ്കിൽ അതിൽ ഏത് പാർട്ടിക്കാണോ ഡോമിനൻസ് ആ പാർട്ടിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഓപ്ഷൻ ഇങ്ങനെ കൊടുത്തത്. പക്ഷെ സാധാരണയായിട്ട് എവിടെ റെഫർ ചെയ്യുമ്പോഴും നമുക്ക് USA പാർട്ടി സിസ്റ്റം 2 പാർട്ടി സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എന്ന് 2 പാർട്ടികളാണ് പ്രധാനമായിട്ടുള്ളത്. എന്തായാലും ഇവർ കൊടുത്ത ഓപ്ഷൻ നമുക്ക് ഫോളോ ചെയ്യാനേ പറ്റൂ. ഒരു ഡോമിനന്റ് പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ 1 പാർട്ടി ഡോമിനന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ എത്ര ഒപ്പോസിഷൻ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിലും ഒരൊറ്റ പാർട്ടിയാണ് എലക്ഷനിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം,
സെഫോളജി ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ്. എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സെഫോളജി എന്ന്. അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ക്ലാസ്സിന്റെ സമയത്ത് ഇതിന്റെ ടേം ഇൻക്ലൂഡ് ചെയ്യാന്നാണ് കരുതിയത്. എന്തായാലും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് സെഫോളജി. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എലക്ഷൻസ് അഥവാ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ കേട്ടിട്ട് 2013 സെപ്റ്റംബറിൽ ചോദ്യമാണ്. അതായത് വളരെ മുന്നേ ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ചൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങളും കൂടെ നോക്കാം. ഹൂ സജസ്റ്റഡ് ദ ഫോർഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആസ് കോക്കസ്, സെൽ, ബ്രാഞ്ച് ആൻഡ് മിലീഷ്യ? അപ്പോൾ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു പാർട്ടിക്കുലർ ഡിവിഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് മോറിസ് ഡ്യൂവെർജർ. അതായത് മോറിസ് ഡ്യൂവെർജർ എന്ന് പറഞ്ഞ വ്യക്തി പാർട്ടി സ്ട്രക്ചറിനെ 4ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ആ പേര് എന്താണ്, ആ തരങ്ങൾ എന്ന് മാത്രം ഓർത്ത് വെക്കുക. അത് കോക്കസ്, ബ്രാഞ്ച്, സെൽ ആൻഡ് ദ മിലീഷ്യ. അവസാനത്തെ ചോദ്യമാണ്, അതും 2013 തന്നെ ചോദ്യമാണ്. ഇൻ ബ്രിട്ടീഷ് 2-party സിസ്റ്റം വാട്ട് ഈസ് ജനറലി റെഫേർഡ് ആസ് ഷാഡോ ക്യാബിനറ്റ്? അതായത് ബ്രിട്ടീഷിൽ 2-party സിസ്റ്റത്തിൽ ഷാഡോ ക്യാബിനറ്റ് എന്ന് കണക്കാക്കുന്നത് എന്തിനെയാണ്? അവിടെയുള്ള പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ പാർട്ടി അഥവാ പ്രതിപക്ഷ പാർട്ടിയാണ് ഷാഡോ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഓർത്തു വെക്കണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.